ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ. നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടിയ വിശേഷങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? എല്ലാവരും സുഖമായിട്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോ എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ ലൈവ് വരാറുണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പൊ എല്ലാവരോടും എൻ്റെ അന്വേഷണം. ഓക്കെ, ഇനി ഇന്നിപ്പോ ഇന്നെന്റെ പിറന്നാളാണ്. അപ്പോൾ പിറന്നാൾ ദിവസമാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ഡേറ്റ് മാത്രമാണ് കേട്ടോ, ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അല്ലാതെ നമ്മൾ മലയാള മാസത്തിൽ നമ്മളൊക്കെ അങ്ങനെയല്ലേ പിറന്നാൾ ആഘോഷിക്കുക. മലയാള മാസത്തിലെ നമ്മളെ പക്കനാള് വരുന്ന ദിവസമൊന്നുമല്ല. അപ്പൊ എന്നാലും നമ്മൾ ജനിച്ച ദിവസം. അപ്പോൾ ഇപ്പൊ രാവിലെ ഗണപതി ഹോമം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനും ഒക്കെ സാധിച്ചു. അതിനൊരു ഭാഗ്യം. ഓക്കെ, ആദ്യമായിട്ടാട്ടോ അങ്ങനത്തെയൊക്കെ വിശേഷം ഒരു എങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ നോക്കാറില്ല. അപ്പൊ എന്തായാലും ഇന്നിപ്പോ ഇനി അവിയൽ വെക്കണം. സാമ്പാറായിട്ടുണ്ട്, ചോറായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആയി. ഇനി അവിയൽ കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് അവിയൽ കഷ്ണം ഇരിക്കുന്നുണ്ട്, തൈരുണ്ട്. അപ്പൊ നമുക്ക് അവിയൽ തയ്യാറാക്കാലോ. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഒരു അരമണിക്കൂറിന്റെ കാര്യമല്ലേ ഉള്ളൂ. അപ്പൊ ചോറ് അടുപ്പത്തുണ്ട്, അതാവട്ടെ. അപ്പോൾ അവിയലിനുള്ള ഈ ഒരു പാനിൽ തന്നെയാണ് അവിയൽ തയ്യാറാക്കുന്നത്. അപ്പൊ അതിലേക്ക് വേണ്ട കഷ്ണങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പോൾ അവിയലിലേക്ക് ചേന ഉണ്ട്. ചേന, പയറ്, ബീൻസ്, പച്ചക്കായ, മുരിങ്ങക്കായ കിട്ടിയില്ല കേട്ടോ. മുരിങ്ങക്കായ കിട്ടിയില്ല. പച്ചക്കായയും ക്യാരറ്റ്, പിന്നെന്താ, പിന്നെ നമ്മളെ താരം വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണയാണ് ഇതിന്റെ ഹൈലൈറ്റ്, പച്ച വെളിച്ചെണ്ണ. അപ്പോൾ നമ്മൾ കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്തു. എല്ലാതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. കുറച്ച് വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ ലോങ് വീഡിയോ ഒന്നും ആയി ആര് കാണാനപ്പോൾ ഇതൊക്കെ, അല്ലെങ്കിൽ ഇപ്പൊ എന്താ ഉള്ളതല്ലേ വീഡിയോസിൽ. അപ്പോൾ ഒരു രസം, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള നമ്മളുടെ ഒരു ഉപാധി എന്നുള്ളത് ഇതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് യൂട്യൂബിൽ വരുന്നു, നമുക്ക് പറ്റുന്ന രീതിയിലുള്ള നമ്മളെ വീഡിയോസ് ഒക്കെ ഇടുന്നു. അപ്പൊ ഇന്നത്തെ വിശേഷം ഇതാണ്, എൻ്റെ പിറന്നാളാണ്. അപ്പോൾ 2 തരം പായസം ഉണ്ടായിരുന്നു, അരിപ്പായസം, പാൽപ്പായസം. അപ്പൊ അതൊക്കെ കഴിച്ചു. എന്തോ ഒരു സന്തോഷം, സമാധാനം അതല്ലേ വേണ്ടത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി. അപ്പോൾ കഷ്ണങ്ങൾ ഇപ്പോൾ ഇതൊക്കെയാണ്. ആ കഷ്ണങ്ങളൊക്കെ വെച്ചു. വെളിച്ചെണ്ണയിലാണ് കേട്ടോ, ഞാൻ വെള്ളം ഒഴിക്കുന്നേ ഇല്ല. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഇതിങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട നാളികേരം, ചെറുകട്ട നാളികേരം, അതുപോലെ ചുവന്നുള്ളി, ജീരകം, പച്ചമുളക്. ഇതാണ് എരിവിന് പച്ചമുളകാണുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സിയിലൊന്ന് തൈര് ചേർത്തിട്ട് കറക്കിയെടുക്കും. അപ്പോൾ വെള്ളം അധികം ആവില്ലല്ലോ. നമ്മൾ വെള്ളത്തിന് പകരം തൈരിലാണ് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്നത് കേട്ടോ. അരയ്ക്കുന്നൊന്നുമില്ല, ഒന്ന് ഇത് കറക്കിയെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അരച്ചെടുക്കാനുണ്ട്. അപ്പോഴേക്കും ഞാനിവിടെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില ഇതൊക്കെ ഒന്നിട്ട് വെളിച്ചെണ്ണയിൽ ഇതൊന്ന് ഇളക്കട്ടെ, ഒന്ന് മിക്സ് ചെയ്യട്ടെ. പൊടികളൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി വെച്ച് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവുന്നവരെ ഒന്ന് ക്ഷമിക്കുക. അപ്പൊ നമ്മളുടെ അവിയൽ ഇവിടെ ആവട്ടെ. ഓക്കെ, ബായ്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരണ്ട്. ഓക്കെ, ടാറ്റാ. ഓക്കെ, ബൈ ബൈ, സീ യു.